ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. രാഷ്ട്രപതി ദ്രൌപദി മുർമു സംയുക്ത സഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. ബജറ്റിൽ കേരളത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായത്തിന് അർഹരായ ഗുണഭോക്താക്കളുടെ ആദ്യ പട്ടിക രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇരട്ട സ്വർണം. നീന്തലിൽ ഹർഷിത ജയറാമും ഭാരോദ്വഹനത്തിൽ സുഫ്ന ജാസ്മിനും ഇന്ന് സ്വർണം നേടി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന അശ്വമേധം 6.0 ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ എഫ്സിയെ നേരിടും. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ അഭിസംബോധന ചെയ്യും. 2024-25 കാലയളവിലെ സാമ്പത്തിക സർവേ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തുടർന്ന് പാർലമെന്റിന്റെ മേശപ്പുറത്ത് വയ്ക്കും. മറ്റന്നാളാണ് കേന്ദ്ര ബജറ്റ്. ശ്രീമതി നിർമ്മല സീതാരാമന്റെ 8ാം ബജറ്റ് അവതരണത്തിനാണ് പാർലമെന്റ് ശനിയാഴ്ച വേദിയാകുക. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം ന്യൂഡൽഹിയിൽ ഇന്ന് ചേർന്നു. സമ്മേളനത്തിൽ സഭാ നടപടികൾ സുഗമമാക്കുന്നതിന് പ്രതിപക്ഷ കക്ഷികളുടെ പിന്തുണ ഉറപ്പുവരുത്താനാണ് യോഗം വിളിച്ചു ചേർത്തത്. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. വയനാടിനും വിഴിഞ്ഞത്തിനും പ്രത്യേക സാമ്പത്തിക പാക്കേജും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നതിനുള്ള മൂലധന നിക്ഷേപ പദ്ധതികളും തൊഴിൽ പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധി ഉയർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരളത്തിന് ഏറ്റവും വലിയ വെട്ടിക്കുറവാണ് കഴിഞ്ഞ ധനകാര്യ കമ്മീഷന്റെ സമയത്ത് വന്നത്. ആ വെട്ടിക്കുറവിന്റെ ഭാഗമായിട്ട് കേരളത്തിന് പ്രത്യേക പാക്കേജ് വേണമെന്ന് ഇപ്രാവശ്യം ആവശ്യപ്പെട്ടു. 24,000 കോടി. വയനാടിന്റെ കാര്യത്തിനകത്ത് 2,000 കോടിയാണ് നമ്മൾ അതിന് ചോദിച്ചേക്കുന്ന സാമ്പത്തിക പാക്കേജ്. എന്തെങ്കിലും ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നു. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആവശ്യപ്പെട്ടത് വിഴിഞ്ഞത്തിന് ഒരു പ്രത്യേക പാക്കേജാണ്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായത്തിന് അർഹരായ ഗുണഭോക്താക്കളുടെ ആദ്യ പട്ടിക രണ്ടാഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി കെ. രാജൻ. അടുത്ത മാസം തന്നെ രണ്ടാമത്തെ ലിസ്റ്റും പുറത്തിറക്കുമെന്നും മന്ത്രി വയനാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അതിനുശേഷവും ജനങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. ദുരന്തത്തിൽപ്പെട്ട ഒരാളെയും സർക്കാർ ഉപേക്ഷിക്കില്ലെന്നും അക്കാര്യത്തിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ആദ്യത്തെ പ്യൂരിഫൈഡ് ലിസ്റ്റും രണ്ടാമത്തെ കരട് ലിസ്റ്റും പ്രസിദ്ധീകരിക്കും. ഫെബ്രുവരി മാസത്തിൽ തന്നെ രണ്ടാമത്തെ ലിസ്റ്റും പ്യൂരിഫൈ ചെയ്ത് പുറത്തിറങ്ങും. പിന്നെയും എന്തെങ്കിലും പരാതി ആളുകൾക്കുണ്ടെങ്കിൽ അത് കേൾക്കാനും സർക്കാർ തയ്യാറാണ്. ഫിസിക്കലായി അത് നോക്കിയിട്ട് ഈ ദുരന്തത്തിൽ പെട്ടു എന്ന് ഉറപ്പുവരുത്തിയാൽ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് ഒരാശങ്കയും അക്കാര്യത്തിൽ ആർക്കും ഉണ്ടാകേണ്ട കാര്യം. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇരട്ട സ്വർണം. നീന്തൽ 200 മീറ്റർ ബ്രെസ്റ്റ് സ്ട്രോക്കിൽ ഹർഷിത ജയറാമും 45 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ സുഫ്ന ജാസ്മിനുമാണ് കേരളത്തിനായി ഇന്ന് സുവർണ നേട്ടം സമ്മാനിച്ചത്. റഗ്ബിയിലും വോളിബോളിലും കേരളത്തിന്റെ വനിതാ പുരുഷ ടീമുകൾ ക്വാർട്ടറിൽ കടന്നു. പുരുഷന്മാരുടെ ഡ്യുവാത്ലോണിൽ കേരളത്തിന്റെ മുഹമ്മദ് റോഷന് നേരിയ വ്യത്യാസത്തിൽ മെഡൽ നഷ്ടമായി. ഖോ പുരുഷ വിഭാഗത്തിൽ ഉത്തരാഖണ്ഡിനെയും ഫുട്ബോളിൽ മണിപ്പൂരിനെയും കേരളം പരാജയപ്പെടുത്തി. പോയിന്റ് പട്ടികയിൽ 7ാം സ്ഥാനത്താണ് കേരളം. കർണാടകയും മണിപ്പൂരും മഹാരാഷ്ട്രയുമാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രമുഖ നേതാക്കൾ രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ പുഷ്പചക്രം അർപ്പിച്ചു. സർവ്വമത പ്രാർത്ഥനയും തുടർന്ന് നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് നിന്നും കുഷ്ഠരോഗത്തെ പൂർണ്ണമായും തുടച്ചു നീക്കുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന അശ്വമേധം 6.0 ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സമൂഹത്തിൽ മറഞ്ഞുകിടക്കുന്ന കുഷ്ഠരോഗത്തെ ഗൃഹസന്ദർശനത്തിലൂടെ കണ്ടുപിടിച്ച് രോഗനിർണയം നടത്തി ചികിത്സ ലഭ്യമാക്കുകയാണ് അശ്വമേധം ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിടുന്നത്.
മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിക്ക് 5,55 ലക്ഷം രൂപ കൂടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ചു. നേരത്തെ അനുവദിച്ച 807,50 ലക്ഷത്തിലേറെ തുകയ്ക്ക് പുറമെയാണിത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിൽ വരുന്നതും റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്താത്തതുമായ റോഡുകളുടെ പുനരുദ്ധാരണത്തിനാണ് തുക. കണ്ണൂർ ആറളം ചതുരൂരിൽ കണ്ടത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചതായി മന്ത്രി എ കെ ശശീന്ദ്രൻ. പുലിയെ പിടികൂടുന്നതിനുള്ള നടപടി ശക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 6 വീതം അംഗങ്ങളുള്ള 3 RRT സംഘങ്ങൾ ഊർജിതമായ തിരച്ചിൽ തുടരും. വനത്തോട് ചേർന്ന് താമസിക്കുന്ന 25 കുടുംബങ്ങൾക്ക് വനത്തിന് പുറത്ത് ടാങ്ക് സ്ഥാപിച്ച് വെള്ളമെടുക്കാനുള്ള സൌകര്യം സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് 2 വയസ്സുള്ള കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കുട്ടിയുടെ അമ്മാവൻ ഹരികുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിരുന്നു. കുട്ടിയുടേത് മുങ്ങിമരണമാണെന്നാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലെ പ്രാഥമിക നിഗമനം. കുംഭമാസ പൂജയോടനുബന്ധിച്ചുള്ള ശബരിമല ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ആരംഭിച്ചു. ഫെബ്രുവരി 12-നാണ് കുംഭമാസ പൂജയ്ക്കായി ക്ഷേത്രനട തുറക്കുക. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FCയെ നേരിടും. ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. രഞ്ജി ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് 1-ാം ഇന്നിംഗ്സിൽ ആദ്യ ദിനം കളി നിർത്തുമ്പോൾ ബീഹാറിനെതിരെ കേരളം 9 വിക്കറ്റ് നഷ്ടത്തിൽ 302 റൺസ് എന്ന നിലയിൽ. സൽമാൻ നിസാർ പുറത്താകാതെ നേടിയ സെഞ്ചുറിയുടെ പിൻബലത്തിലാണ് കേരളം ഭേദപ്പെട്ട സ്കോർ നേടിയത്. തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 227 പോയിന്റ് ഉയർന്ന് 76,760-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 86 പോയിന്റ് നേട്ടത്തിൽ 23,249-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. പവന് 120 രൂപ വർദ്ധിച്ച് 60,880 രൂപയും ഗ്രാമിന് 7,610 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്യുന്ന പോക്സോ കേസുകളിലെ ഒത്തുതീർപ്പുകൾ ഗൌരവത്തോടെ കാണേണ്ട വിഷയമാണെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. അതിക്രമത്തിന് ഇരയാകുന്ന കുട്ടികൾ ബാഹ്യ സമ്മർദ്ദങ്ങൾ കാരണം മൊഴി മാറ്റിപ്പറയുന്നത് കുറ്റവാളികൾ രക്ഷപ്പെടാൻ കാരണമാകുന്നതായും കമ്മീഷൻ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ വ്യക്തമാക്കി. സംസ്ഥാന ബാലാവകാശ കമ്മീഷനും കോഴിക്കോട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും ചേർന്ന് വിദ്യാഭ്യാസ അവകാശ നിയമം സംബന്ധിച്ച് കോഴിക്കോട് ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയിലെ തൊഴിലാളികളുടെ വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനായി സർക്കാർ നിയമിച്ചിട്ടുള്ള ന്യായവേതന കമ്മിറ്റി എറണാകുളം, ഇടുക്കി ജില്ലകൾക്കുള്ള തെളിവെടുപ്പ് ഇന്ന് നടത്തി. എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നടന്ന തെളിവെടുപ്പിൽ തൊഴിലുടമ പ്രതിനിധികളും ട്രേഡ് യൂണിയൻ പ്രതിനിധികളും തൊഴിലാളികളും പങ്കെടുത്തു. പാലക്കാട് മദ്യനിർമ്മാണ കമ്പനി ആരംഭിക്കാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണം എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സർക്കാർ ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുക്കാതെയാണ് തീരുമാനവുമായി മുന്നോട്ടു പോകുന്നതെന്നും ഇതിൽ അഴിമതിയുണ്ടെന്നും അദ്ദേഹം ആലപ്പുഴയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജിം പരിശീലകർക്ക് മിനിമം വേതനം നിശ്ചയിക്കുന്നത് സംബന്ധിച്ച് 4 മാസത്തിനകം തൊഴിൽ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി അന്തിമ തീരുമാനമെടുക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ജിം പരിശീലകർക്ക് മാന്യമായി ശമ്പളം നൽകുന്നില്ലെന്നും ഡ്യൂട്ടി സമയം നിശ്ചയിച്ചിട്ടില്ലെന്നും ആരോപിച്ച് സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. സംസ്ഥാനത്തെ 200 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പുതുതായി 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് കൂടി NQAS അംഗീകാരം ലഭിച്ചതോടെയാണ് സംസ്ഥാനത്തിന് ഈ ചരിത്ര നേട്ടം കൈവരിക്കാനായത്. കേരളത്തിലെ ചെറുപ്പക്കാരുടെ നൈപുണ്യശേഷിക്ക് അനുയോജ്യമായ വ്യവസായങ്ങൾ തുടങ്ങാൻ നിക്ഷേപകർ തയ്യാറാകണമെന്ന് മന്ത്രി P രാജീവ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപ ഉച്ചകോടിയുടെ ഭാഗമായി സംസ്ഥാന വ്യവസായ വകുപ്പ് നടത്തുന്ന മലബാർ കോൺക്ലേവ് കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് നിർമ്മാണം പൂർത്തീകരിച്ച 30 സ്മാർട്ട് അങ്കണവാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത മാസം 3-ന് ഓൺലൈനായി നിർവഹിക്കും. വിശാലമായ ശിശു സൌഹൃദ ക്ലാസ് റൂം, ശുചിമുറികൾ, ആകർഷകമായ പെയിന്റിംഗുകൾ, സുരക്ഷിത ഫൈബർ ഫ്ലോറിംഗ്, കളിപ്പാട്ടങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് സ്മാർട്ട് അങ്കണവാടികളുടെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കം. രാഷ്ട്രപതി ദ്രൌപദി മുർമു സംയുക്ത സഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര ബജറ്റ് മറ്റന്നാൾ. ബജറ്റിൽ കേരളത്തിനായി പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രതീക്ഷിക്കുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സഹായത്തിന് അർഹരായ ഗുണഭോക്താക്കളുടെ ആദ്യ പട്ടിക 2 ആഴ്ചയ്ക്കുള്ളിൽ പുറത്തിറക്കുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇരട്ട സ്വർണം. നീന്തലിൽ ഹർഷിത ജയറാമും ഭാരോദ്വഹനത്തിൽ സുഫ്ന ജാസ്മിനും ഇന്ന് സ്വർണം നേടി. കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ലക്ഷ്യമിടുന്ന അശ്വമേധം 6.0 ക്യാമ്പയിന് സംസ്ഥാനത്ത് തുടക്കം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ചെന്നൈയിൻ FCയെ നേരിടും.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.